ഗായ്സ് നമ്മൾ ഒരു വന്നിരിക്കുന്ന സ്ഥലത്ത് കാണാൻ ഞാൻ സാധനം കാണിച്ചു തരാം. അടിപൊളി. അതായത് ഗസ്റ്റ് ഹൗസ്, പണ്ടത്തെ ബ്രിട്ടീഷ് ടച്ച് ഉളവാക്കുന്ന ഗസ്റ്റ് ഹൗസ് കാണിച്ചു തരാം. ഗായ്സ് നോക്കൂ, അടിപൊളി അല്ലേ? എനിക്കെന്താ ഇഷ്ടമായി. ഇവിടെയാണ് സ്ഥിരതാമസാക്കിയല്ലോ നമുക്ക്. ഇങ്ങോട്ട് വാ. ചുണ്ടിൽ കയറാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ലല്ലേ പണ്ടത്തെ ഇതില്ലേ ഹോട്ടലൊക്കെ അതുപോലല്ലേ ഏകദേശമൊക്കെ. അപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ചാൽ കോട്ടയത്ത് സിമെൻറ്റ് കമ്പനിയുണ്ട്, അവിടുത്തെ ഗസ്റ്റ് ഹൗസാണിത്. ഇങ്ങനെ വൈബ് തേടി പോകുന്നപ്പോൾ കണ്ടാണ് ഗായ്സ്. കാഴ്ചപ്പാണ്ടില്ലേ അടിപൊളി അല്ലേ? മര കണ്ട പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കേട്ടോ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയാണ് ഗായ്സ്. അപ്പോൾ കണ്ടില്ലേ ഇപ്പം ശരിയാക്കൊന്നുമില്ലത്, ഈ സാധനങ്ങളൊന്നും ശരിയാക്കില്ല. പിന്നെ ചെടികളും കാര്യങ്ങളൊക്കെ പച്ചക്ക മെയിൻ്റെനൻസുകൾ പക്കയാണ്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കല്ലേ, ആരുമില്ല എന്ന് പറഞ്ഞത് ചെയർമാൻ. ആരോ ഉണ്ട് ഗായ്സ് അവിടെ. ഗായ്സ് ആരോ ഉണ്ട് അവിടുത്തെ അക്കോരത്തിൽ മീനുണ്ട്, 3 മീൻ ഗായ്സ്. അപ്പോൾ അവിടെ ആരുണ്ടാ അവിടെ ഗായ്സ്? ഇത് ട്രാവൻകൂർ സിമെൻറ്റ്സ് കമ്പനീൻ്റെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത്, അതായത് 1985 ഇല്ലാടാ, 1985 ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർക്ക് ഇത്രയും ബുദ്ധിയോ? ബ്രിട്ടീഷുകാർ പൊളിയാണല്ലേ നമുക്ക്. 1985 ഉണ്ടാക്കിയ സാധനങ്ങൾ അതൊക്കെ അടിപൊളിയായിട്ടല്ലേ മെയിൻ്റെനൻസ് ഇതൊക്കെ അവിടുത്തെ ഓരോ ഐറ്റംസ് ആണ്. പിന്നെ അവിടെ കണ്ടത് ചെറുതാണ് വീട്ടിലൊക്കെ വണ്ടി വർക്ക് ഇതുപോലെ ഐറ്റം. ഓക്കെ, ബൈ.